ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. തഗ് ലൈഫ് സത്യം പറയാം ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്. ആൻഡ് റിവ്യൂ പറയുന്നതിനും എല്ലാത്തിനും മുമ്പ് പറയാനുള്ളത് ദുൽഖർ സൽമാനോട്. എടക്കള്ള ഇതിന് രക്ഷപ്പെട്ടതല്ലേ ഭീകര എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം ഇതിലെ STRന്റെ ക്യാരക്ടർ ചെയ്യാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ ഇതിൽ ചെയ്യും എന്നും കേട്ടിരുന്നു. പക്ഷെ പിന്നീട് പുള്ളി പല കാരണങ്ങളാൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും പുള്ളി ഇതിന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ആൻഡ് അതാണ് ബെസ്റ്റ് ഡിസിഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഡിസിഷൻ. ഇതിന്ന് ഒഴിവായി പോയതാണ്. അത് പറയാതെ വയ്യ. ഇനി റിവ്യൂവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് എല്ലാവരോടും അല്ല, പറയുമ്പോൾ അഹങ്കാരം കാണിക്കാന്ന് വിചാരിക്കരുത്. കാരണം ചില ആളുകളോടാണ് പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും അല്ല. ഞാൻ എൻ്റെ പൈസ ചിലവാക്കി, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ചിലവാക്കി ഞാൻ പോയി കണ്ട സിനിമയാണ്. അതിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നുള്ളത് ദയവായി നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നല്ലത് പറഞ്ഞാൽ പറയും പൈസ മേടിച്ചിട്ട് പറയണം, മോശം പറഞ്ഞാൽ പറയും എന്തോന്നിടയിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ തകർക്കണോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്, അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക, വേറെ രീതിയിൽ അതിനെ എടുക്കാതിരിക്കുക. ആൻഡ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ നല്ല ക്ലാസ് അപരാധമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്ലാസ് അപരാധം എന്ന് പറഞ്ഞു വെച്ചാൽ, മണിരത്നം ഡയറക്ഷൻ, നമ്മുടെ AR റഹ്മാൻ മ്യൂസിക്കൽ, പിന്നെ നമ്മുടെ നായകനായി വരുന്ന കമൽ ഹാസൻ, ഉലക നായകൻ, STR, അങ്ങനെ തൃഷ, അങ്ങനെ വൻ ക്ലാസ് നിരയെ വെച്ചിട്ട് എങ്ങനെ അപരാധം ചെയ്തു വെക്കാം എന്നാണ് മണിരത്നം ഇതിൽ നടത്തിയിരിക്കുന്ന ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. കാരണം എന്ത് ജാതി വെറുപ്പിക്കൽ സിനിമയാണെന്ന് അറിയുന്നത്. കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ചോദിച്ചു, എങ്ങനെ ഇത് മണിരത്നം തന്നെയാണോ, എടേ മണിരത്നം തന്നെയാടേ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. അങ്ങനത്തെ ഒരു മേക്കിംഗ്. മണിരത്നന്റെ സിനിമകൾ നമുക്കറിയാം, ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു മേക്കറാണ്. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നല്ല ചില ഫ്രെയിംസും നല്ല കളറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മണിരത്നം മാജിക്കൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ. പക്ഷേ ഒരു 70% അതും വന്നിട്ടുള്ളൂ. മണിരത്നത്തിനോട് തന്നെ 70% നീതിയെ പുലർത്തിയിട്ടുള്ളൂ. ബാക്കി 30% വെറുപ്പിക്കലാണ്. മേക്കിംഗ് ഞാൻ പറയണത്. കഥയിലേക്ക് വരികയാണെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും നമ്മൾ ചോദിക്കേണ്ടത്, ഇനി പറ എന്താണ് ഇതിന്റെ കഥ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിഞ്ച് ഫെസ്റ്റ്. എവറിത്തിങ് ഈ മൂവിയിൽ എല്ലാം നല്ല ഒന്നാം ക്ലാസ് ക്രിഞ്ചാണ്, അല്ലെ ക്ലാസ് ക്രിഞ്ചാണ്. മ്യൂസിക്കിലേക്ക് ആദ്യം വരാം. അഞ്ചു വന്ന പൂവേ ഇങ്ങനെ സാധനം ഉണ്ട് ഇത്. ഇങ്ങനെ അല്ലെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അത് മാക്സിമം ഊറ്റിപ്പിഴിഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ബട്ട് അത് കേൾക്കാനുള്ള ഒരു ഫീൽ, അത് കിടിലനായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ മ്യൂസിക് പോലും വളരെ മോശം, എന്തിനോ വേണ്ടി ചെയ്തു വെച്ചിരുന്ന പോലെ. അതായത് ഇതിലെ വില്ലന്മാര് നായകൻ ഒരു സ്ഥലത്ത് അടിക്കുന്ന ഒരു അടിയുണ്ട് STRന്റെ. ആ ഭാഗത്ത് ഏതോ സൈക്കോ കില്ലറിന് കൊടുക്കുന്ന മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. വെറുതെ എന്തിനോ ചില മ്യൂസിക് കുത്തിക്കയറ്റിയ പോലെ ഒരു ഒഴുക്കം മട്ടില്ല. അത് ഞാൻ പറയുന്നത് AR റഹ്മാൻ, അദ്ദേഹത്തിന്റെ കമ്പയർ ചെയ്ത് മറ്റു വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ AR റഹ്മാൻ ആരാ നമുക്കറിയാം. ബട്ട് അതിന്റെ ഒരു പകുതിയുടെ പകുതി പോലും ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് ആരെങ്കിലും തുടക്കക്കാർ പോലും ചെയ്യുമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്ന പോലെയാണ് ചെയ്തു വെച്ചത്. വെറുതെ ഓക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ, ഓക്കെ പോട്ടെ. ഈ അഞ്ചു വന്ന പൂ മെനക്കെട്ട് ചെയ്തിട്ടുണ്ടോ, കൊള്ളാം. അത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കാൻ നമുക്ക്. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മേക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ, മണിരത്നം അണ്ണൻ ചെയ്തു വെച്ചിരിക്കുന്നത്, മണിരത്നത്തെ പോലെ ആളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷെ പറയാതെ വയ്യ, കാരണം പൈസ പോയല്ലോ. ഇതില് നായകൻ ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 അടി മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരു സീനുണ്ട്. അയാൾ താഴത്തേക്ക് വീഴും. അതും നിങ്ങളാലോചിക്കണം, അതും നെഞ്ചിൽ ഇവിടെ 2 ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. ആ ബുള്ളറ്റ് കയറിയിട്ട് ഇയാൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുമ്പോ ഈ എന്താ പറയുക, വണ്ടിയിലൊക്കെ അടിച്ച് ഊറിട്ട് വീണ് നടുവും തല്ലി അങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഒരൊറ്റ വേല മഞ്ഞിക്ക്. ഓക്കെ മഞ്ഞിക്കാണ് ശരി, മഞ്ഞ് കുറെ കാലങ്ങൾക്ക് കിടക്കുമ്പോ അതിനൊരു ഡയറ്റ് ഉണ്ടാവില്ല. പോട്ടെ എത്രയും മേലിന്ന് മഞ്ഞിക്ക് വീണാലും എന്തോടെ മഞ്ഞൊക്കെ നാണം കെട്ട് ഓടി മഞ്ഞക്ക് നാണം കെട്ട് ഓടി. എന്നിട്ട് വീണിട്ട് ഇയാൾ ഇന്റർവെൽ കഴിഞ്ഞപ്പോ ഇയാൾ നീച്ചിരുന്നു. അയാൾ എണീറ്റ് നിന്നാ പോരാ, ഇയാള് കുന്നും മലയൊക്കെ സൂപ്പറായിട്ട് നടക്കാണ്. മറ്റേ എന്താ പറയാ, എന്തോ പറയല്ലോ നമ്മള്, അങ്ങനെ നടക്കാണ് ഇയാള്. അങ്ങനെ നടന്ന് പോകുമ്പോ ഇതാ നടക്കണ മഞ്ഞുമല എന്താ പൊട്ടി പൊടിഞ്ഞു കുത്തനെ വീഴാണ്.
ഇത് കണ്ടിട്ട് ഇയാൾക്ക് ഓൾറെഡി 19 വയസ്സുണ്ട്. എനിക്ക് കണ്ടാനെ പറയും ചെയ്യും. അങ്ങനത്തെ ഒരു സാധനം ഇയാൾ വീണ്, ഞാൻ പറയുന്നത് 2 ബുള്ളറ്റ് കയറിയിട്ടുണ്ടേ. ഒന്ന് ഇവിടെയാണ് കയറിയിട്ടില്ല ബുള്ളറ്റ്, ഇവിടെ ഒരു നല്ലൊരു കുത്ത് ഇടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. ആ സ്ഥലത്ത് ബുള്ളറ്റ് കയറിയിരിക്കണം, ആലോചിക്കണം. എന്നിട്ട് വേറെ സ്ഥലത്തൊരു ബുള്ളറ്റും ഉണ്ട്. എന്നിട്ട് ഇമ്മാതിരി ഹൈറ്റിൽ നിന്ന് വീണ് നടു ഇങ്ങനെ ഒരു മരത്തിന്റെ സൂപ്പർ മരത്തിന് നടു ഇങ്ങനെ അടിക്കും. എന്നിട്ട് ഇങ്ങനെ വളയും പുള്ളിക്കാരൻ. എന്നിട്ട് താഴത്ത് വീണത് ആ മനുഷ്യടാ. ഈ സാധനം കണ്ടിട്ട് ഓടും. ഉസൈൻ ബോൾട്ട് തോറ്റു. ഉസൈൻ ബോൾട്ട് തോറ്റു പോണ ഓട്ടാണ് പുള്ളി ഓടുന്നത്. അങ്ങനെ ഓടിയിട്ടയാള് അവിടുന്ന് ഇങ്ങനെ നിരങ്ങി വന്നിട്ട് ഒരു ചൈനക്കാരെ വീടിന്റെ മുമ്പിൽ വന്ന് പെടും. അവിടുന്നാണ് കളി മാറുന്നത്. പിന്നെ ഇയാൾ ഇന്ത്യൻ താത്തയാണ്. മർമ്മം. വളരെ സങ്കടമുണ്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് അപരാധമാണ് കാണിച്ചു വെച്ചേക്കണത്. ഇത്രയും വലിയ നടന്മാരെ കിട്ടി, ഇത്രയും വലിയ നമ്മുടെ കമൽഹാസന്റെ അഭിനയം കണ്ടിട്ട് അഭിനയിക്കാൻ അറിയാത്ത പോലെയൊക്കെ വളരെ മോശം സംഭവം. മണിരത്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ പല സിനിമയിലും കേട്ടിട്ടുണ്ട്. അപ്പം രജനീകാന്ത് അടക്കം നമ്മുടെ PS1-ന്റെയോ 2-ന്റെയോ ഓഡിയോ ലോഞ്ചിലൊക്കെ സംസാരിക്കും പറഞ്ഞിട്ടുണ്ട്. ദളപതി ചെയ്യുന്ന സമയത്ത് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടില്ല. ഇതെന്താ വെച്ചാല് ഇയാൾക്ക് ഉദ്ദേശം ഒന്നും നടക്കണില്ല. അപ്പൊ എന്തെങ്കിലും കാട്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് എന്തോ കാട്ടാൻ പറഞ്ഞു വെറുതെ ക്യാമറ വെച്ച് ഇയാൾ അങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ മണിരത്നം ഇങ്ങനെ ചെയ്തു വെക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ തോന്നിവാസം കാണിച്ചു വെക്കുക സ്ക്രീനിൽ 2-3 മണിക്കൂർ നേരം. ടൈം ലാഗും, നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കുറെ സീൻ, അതൊക്കെ വെറുതെ. നമുക്ക് അതാണ് ലാഗ് ഫീൽ ചെയ്യുന്നത്. പടം വളരെ ഫാസ്റ്റ് ആയിട്ട് കഥകൾ പോകുന്നുണ്ട്, മാസങ്ങളും വർഷങ്ങളും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുക, കാരണം നമുക്ക് കാണാൻ ഒരു താല്പര്യമില്ല. അങ്ങനത്തെ സാധനമാണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ലാഗ് ഫീൽ ചെയ്യാതിരിക്കുക? പിന്നെ ഇതിൽ പറയേണ്ടത്, ഇതിലെ തൃഷയുടെ ക്യാരക്ടർ, എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ? ഓക്കെ, ഷീ ലുക്സ് ഗ്രേറ്റ്, നല്ല ഭംഗിയുണ്ട്. കുറച്ചുകൂടി എനിക്കൊന്നും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ബോൾഡ് ഐ മീൻ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ലുക്കിലാണ് കുറച്ച് എന്താ പറയുക, എക്സ്പോസ്ഡ് ആണ്. കുറച്ച് ബോഡിയെ കുറിച്ച് കാണിച്ച്, ക്ലീവേജ് ഒക്കെ കാണിച്ച്, അങ്ങനത്തെ ഒരു ഇതിലാണ് കാണിച്ചത്. അത് ബോൾഡായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ക്യാരക്ടർ എന്തിനാണ്? ആ ക്യാരക്ടറിന് എന്ത് ഫീലാണ് ഇവിടെ ഉള്ളത്? ആ ക്യാരക്ടറിന്റെ ഫീലിങ്സ് പ്രേക്ഷകന് ഒരു തരി പോലും കിട്ടുന്നില്ല. ഫീലിങ്സിലേക്ക് വരുമ്പോൾ ആദ്യം തുടക്കത്തിലെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്ന, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്ന ഒരു ഭാഗം, അത് ഇതിൽ ഇതുപോലെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കളർ വന്നു, അപ്പൊ പോയി. അപ്പൊ തുടങ്ങിയതാ ക്രിഞ്ച്. എന്നിട്ട് ഈ ക്യാരക്ടർ ആൻഡ് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നായകനെ പല ഇതിൽ കാണിച്ചു. സി ജി വർക്ക് ഉണ്ട് തുടക്കത്തിൽ. ആദ്യത്തെ 15 മിനിറ്റാണ് ഈ പറയുന്നത് കേട്ടോ. 3 മണിക്കൂറോളം പടം ഉണ്ട്. ആ ടൈമിൽ നമുക്ക് സി ജിനെയാണെന്ന് തോന്നുന്നത് കമൽഹാസൻ ചെയ്തിരിക്കുന്നത്. അത് സൂപ്പർ വർക്കാണ്, ഗംഭീര വർക്കാണ്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ വരുന്നത് STRന്റെ ഇൻട്രോ ആണ്. ഇൻട്രോ മുതൽ അങ്ങോട്ട് കുറച്ച് നേരം കുറച്ചൊരു കാർ ഫൈറ്റ്, കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ഫീലും ഇല്ല. നമുക്കൊരു ഫീൽ, നമ്മൾ വെറുതെ എന്തോ കാണുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫീലും സിനിമയിൽ കൊണ്ടുവരാൻ പറ്റില്ല. നല്ലൊരു ഹൈ മൂവ്മെന്റ്സ് ഇല്ല, ഇതിലെ ഇമോഷൻസ് വർക്ക് ആവുന്നില്ല. ഫീലിംഗ് ആയിട്ട് ഇവർ സംസാരിക്കുന്ന പല കാര്യങ്ങളും വെറുതെ എന്തോ കാണുന്ന പോലെ. ആ ക്യാരക്ടറുമായിട്ടൊരു അടുപ്പം നമുക്ക് തോന്നണേ ഇല്ല. വെറുതെ കുറെ കാര്യങ്ങൾ. ആൻഡ് ഇതിലെ നായകനായിട്ടുള്ള നമ്മുടെ STRും ഈക്വൽ പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. ആൻഡ് കമൽഹാസന്റെ കഥാപാത്രം, ആ കഥാപാത്രം കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ നമുക്കെന്നെ അയാളെ കൊല്ലാൻ തോന്നുന്നു. അത്ര വൃത്തിയിട്ടൊരു ക്യാരക്ടർ. എന്നിട്ട് അയാളുടെ കുറെ ഇമോഷൻസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഭാര്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറയുന്നില്ല. അതൊന്നും ഒട്ടും നമുക്ക് ഉറക്കമില്ല. ഇയാൾ എന്തിനു ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിലാരും മരിക്കൂല. എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ഒന്ന് കുഴിച്ചിട്ട് നമ്മള് 10 കഷ്ണമായി കുഴിച്ചിട്ടുണ്ട്, കുഴി നീച്ചു വിടടാ. അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് വൻ അപരാധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്കറിയുന്ന കുറെ പേരുണ്ടായിരുന്നു, ചില ആളുകളൊന്നും തിരക്കടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ പോലും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ മാത്രം അഭിപ്രായം എന്നുള്ളത്. നിങ്ങൾ കണ്ടുതന്നെ അറിയാൻ ശ്രമിക്കുക. ഇനി എന്റെ റിവ്യൂ പലതും ശരിയായിട്ട് തോന്നുന്ന ആളുകളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇത് ഒരിക്കലും തിയേറ്റർ വാച്ച് അല്ല. വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ OTT വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്നിരുന്ന് കാണാവുന്ന പടം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തം കഥാപാത്രം. ആൻഡ് ഇതിൽ ജയൻ രവി ചെയ്യുന്ന ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്. പുള്ളി ഇത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ജയൻ രവി ചെയ്തിട്ടില്ല, പുള്ളിയും DQ ആണ് ഇതിന്. അവർക്കാണ് ഇതിൽ ബമ്പർ അടിച്ചിട്ടുള്ളത്. വീണ്ടും പറയുന്നത്, ദുൽഖർ സൽമാൻ നിങ്ങൾ പൊളിയാണ്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിച്ച് നാണം കെട്ടണേ. ചില സ്ഥലത്ത് കരയണ സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ നെഞ്ചത്ത് കഴിച്ചു, എന്റെ പൊന്നോ DQ എങ്ങനെയാണെങ്കിൽ ഈ സീനൊക്കെ എങ്ങനെ ഞാൻ സഹിക്കുമോ എന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇത് മലങ്കൾട്ട് ഫീൽഡിലേക്ക് വന്നു. പിന്നെ നമ്മൾ ആസ്വദിക്കണമല്ലോ. അവസാനത്തെ 1/2 മണിക്കൂർ ഭയങ്കര ആസ്വാദനമായിരുന്നു. അങ്ങനെ നിങ്ങളൊരു ടീമായിട്ട് ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നുണ്ടെങ്കിൽ, നല്ല തണുപ്പ്, ഈ ചൂടത്ത് നല്ല തണുപ്പൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ പോയി അങ്ങനെ തണുപ്പ് ആസ്വദിക്കാൻ ഒരു 6-7 പേരോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഒരു മലങ്കൾട്ട് കാണുന്ന പോലെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ 3/10 ആണ് ഇതിൻ്റെ സ്റ്റാറിനെ റേറ്റ് എന്ന് പറഞ്ഞാൽ. അത്ര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ
കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഈ അവസാനം വരെ ഇത് കണ്ടവരോടും കണ്ടിട്ടും എന്നെ വന്ന് തെറി വിളിക്കുന്നവരോടും കണ്ട് പണ്ടാരടങ്ങി മാനം കെട്ട് ഇറങ്ങി വന്നിട്ടും പടം എങ്ങനെ ജയിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ചില കൂലിപ്പടയാളികളുണ്ട്. അവർക്കും എൻ്റെ ജെനുവിൻ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.